ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന വേറെ ഒന്നുമല്ല. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡെയിലി വ്ലോഗ് ചെയ്താലോ എന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം, എന്തുകൊണ്ട് എന്നെക്കൊണ്ട് ഡെയിലി വ്ലോഗൊന്നും ചെയ്യാൻ പറ്റൂലേ എന്നൊരു തോന്നൽ. അങ്ങനെ ഞാനും വിചാരിച്ചു ഇന്നൊരു ഡെയിലി വ്ലോഗ് ആയാലോ എന്ന്. അപ്പം വലിയ ഐഡിയ ഒന്നുമില്ല, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡെയിലി വ്ലോഗ് കാണാം. ഓക്കെ. അപ്പോൾ അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മുറ്റത്ത് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അപ്പം അതിന് രാവിലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്നത് മുട്ടത്തോട് വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിച്ചെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ടത്തോട് മാത്രമല്ല, തേയിലക്കൊത്ത്, ഉള്ളിയുടെ തൊലി, അങ്ങനെ എന്താ പറയുക, അതേ കണക്കത്തുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെടിക്ക് വളമായിട്ട് കൊടുക്കൽ. ഓക്കെ. വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. എനിക്കിന്ന് ഈ വീഡിയോ എടുത്തിരുന്ന വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ അമ്മ തന്നെ കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കൽ വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചാരി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ അമ്മ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയാട്ടോ എൻ്റെ ക്യാമറാമാൻ. അങ്ങനെ നമ്മൾ ചെടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കലാണ്. അങ്ങനെ ചെടികളൊക്കെ ഇഷ്ടമില്ലാത്തവരാരേ ഉള്ളതല്ലേ. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെടികളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചെടികൾ നമ്മൾ നല്ല രീതിക്ക് സംരക്ഷിക്കുക, അതിന് നല്ല രീതിക്ക് നമ്മൾ വളം കൊടുക്കുക ഒക്കെ ചെയ്യുക. ഓക്കെ. പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ കിച്ചണിലോട്ട് കയറി. കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കിച്ചണിലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കലാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊക്കെ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്ത് എളുപ്പമാണ്, ജസ്റ്റ് ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. പക്ഷേ ഒട്ടുമല്ല കേട്ടോ. നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. അത് ഒരു വീഡിയോ ക്യാമറ ഓണാക്കി ചെയ്ത്, അത് മാത്രമല്ല അതിനെ എഡിറ്റ് ചെയ്ത് അതിനെ എന്തൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യൽ അല്ലേ. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇത്രയും വലിയ യൂട്യൂബേഴ്സൊക്കെ ആയ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും വലിയ യൂട്യൂബേഴ്സൊക്കെ ആയി മാറിയെന്ന് ഞാനിപ്പം ഓർക്കുന്നു. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ
ഭാവിയിൽ 4 ആൾ അറിയുന്ന ഒരു യൂട്യൂബർ ആവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എനിക്കൊരു സത്യം പറഞ്ഞാൽ ഞാനിതിലൊരു എന്താ പറയുക, ഒരു വരുമാനം ആവുമല്ലോ. ഞാൻ വിചാരിച്ചു 2-3 വീഡിയോ ഒക്കെ ഇട്ടാൽ എന്താ ഏണിങ്ങൊക്കെ ചെയ്യാൻ പറ്റും, വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒക്കെ ഞാൻ പെട്ടെന്ന് റീച്ച് ആവും, അങ്ങനെയൊക്കെ ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ ഒട്ടുമല്ല കേട്ടോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം എന്ന് മനസ്സിലായി. ഓരോ എന്തിനായാലും എന്ത് വളർച്ചയ്ക്കായാലും നമുക്ക് ഒരുപാട് നമ്മൾ കഷ്ടപ്പാടെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ജോലീൻ്റെ ഇടയിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഓരോ ദിവസത്തെ ഡെയിലി കാര്യങ്ങൾ എന്നൊക്കെ വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകളൊക്കെ ഇങ്ങനെ വായിൽ നിന്ന് വീഴാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്കിതിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. ഈ സംസാരിക്കുന്നതിനും ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ചെയ്യുന്നതിനൊന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ല. എന്നാൽ പോലും എനിക്ക് ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അത് ഇനിയും ഓരോരോ വീഡിയോസൊക്കെ ചെയ്ത് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും എന്താ പറയുക, ഇതേപോലെ നല്ല രീതിക്ക് എഫേർട്ട് എടുത്ത് ഇതേ കണക്ക് നല്ല നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡെയിലിയുള്ള പരിപാടികളൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ലവ് യു ഗൈസ്.